അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നലെ നമ്മൾ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന് ലൈലത്തുൽ ഖദ്ർ എന്ന നാമകരണം കിട്ടിയത് എന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ ലൈലത്തുൽ ബറാഅ അത് ലൈലത്തുൽ ഖദ്ർ തന്നെയല്ലേ, അതിൻ്റെ വിശദീകരണവുമൊക്കെ ഇന്നലെ നൽകുകയുണ്ടായി. അവസാനം നമ്മൾ പറഞ്ഞ ഹദീസ് മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്രി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നതാണ്. ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്നൊരു ഹദീസായിരുന്നു. ഒരാൾ ലൈലത്തുൽ ഖദ്റിൽ തറാവീഹ് നിസ്കരിച്ചാൽ, ആ രാത്രിയെ ഒരാൾ സജീവമാക്കിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുന്നതാണ്. ഇങ്ങനെ ആ രാവിൻ്റെ പ്രാധാന്യങ്ങൾ വിളിച്ചോതുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന ലാ യഖ്റുജു ഫീ ഹാദിഹിൽ ലൈല, ഈ രാവിൽ പിശാച് വരൂല, രംഗപ്രവേശനം ചെയ്യൂല. ഏതുവരെ? ഹത്താ യളി ഫജ്റുഹ, ആ രാവ് പുലരുവോളം പിശാചിൻ്റെ ശല്യം ഭൂമിയിലുണ്ടാവൂല. വലാ യസ്തതിഉ അൻ യുസീബ ഫീഹാ ഹദൻ ബിഖബലിൻ വലാ ഷൈഇൻ മിനൽ ഫസാദി, പൈശാചിക ബാധകളൊന്നും ആ വിശുദ്ധമായ രാവിൽ ഒരാൾക്കും അള്ളാഹു ഏൽപ്പിക്കുകയുമില്ല. അതാ രാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. വലാ യൻഫദു ഫീഹാ സിഹ്റു സാഹിരിൻ, ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് കൂടോത്രം ചെയ്താൽ, മാരണം ചെയ്താൽ ആ രാത്രിയിൽ അത് ഫലിക്കൂല. വേറെ ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിനുള്ള അതേ മഹാത്മ്യം ലൈലത്തുൽ ഖദ്റിൻ്റെ പകലിനുമുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ പൈശാചിക ബാധകൾ അതിൻ്റെ പകലിലും ഉണ്ടാവൂല, രാത്രിയിലും മനുഷ്യന് ബാധിക്കൂല. അതേപോലെ തന്നെ മാരണം ചെയ്യുന്നവൻ്റെ സിഹ്ർ ലൈലത്തുൽ ഖദ്റിൻ്റെ പകലിലും ബാധിക്കൂല, രാത്രിയിലും ബാധിക്കൂല. അത്രയും വലിയ സംരക്ഷണമാണ് ഈ രാപ്പകലുകൾക്ക് അല്ലാഹു തആല നൽകുന്നത്. അത് ഈ ഹദീസിന് ആയത്തിൻ്റെ ഈ രാവിൻ്റെ ഒരു പ്രാധാന്യമായി ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ബഹുമാനപ്പെട്ട ശഅബി ഇമാം പറയുന്നത് കാണാം, വലൈലുഹാ കയൗമിഹാ വയൗമുഹാ കലൈലിഹാ, വലൈലുഹാ കയൗമിഹാ, അതിൻ്റെ പകലിന് രാവിൻ്റെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ വയൗമുഹാ കലൈലിഹാ, രാവിന് പകലിൻ്റെ പ്രാധാന്യവുമുണ്ട്. എന്ന് വെച്ചാൽ രണ്ടും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. രാവിൽ നമ്മൾ സജീവമായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. ഉമ്മമാരാണെങ്കിൽ അവരുടെ വീടുകളിൽ തറാവീഹ് നിസ്കാരവും ഭക്ഷണവും വിശ്രമവും ഒക്കെ കഴിഞ്ഞ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിൽ സജീവമായി വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലി ഖുർആൻ പാരായണം ഓതി അതിന് പങ്കുവെക്കുന്നു. പകലാകുമ്പോൾ അതെല്ലാം മുഴുവനും നമ്മൾ മറക്കുകയും ചെയ്യുന്നു. അല്ല, രണ്ടിനും പ്രാധാന്യമുണ്ട് എന്നതാണ് ബഹുമാനപ്പെട്ട ശഅബി ഇമാം അതിനെക്കുറിച്ച് പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഫറാ ഇമാമിൻ്റെ ഒരു അഭിപ്രായം കാണാം, ലാ യുഖദ്ദറുല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്രി ഇല്ല സആദത വന്നിഅമ, ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹു തആല വിജയവും അതേപോലെ തന്നെ മറ്റൊരാൾക്കുള്ള അനുഗ്രഹങ്ങളുമല്ലാതെ മറ്റൊന്നിനെയും രേഖപ്പെടുത്തൂല. വയുഖദ്ദറു ഫീ ഗൈരിഹൽ ബലായ വന്നിഖം, മറ്റൊരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സൃഷ്ടികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, ഇവകളെ അല്ലാഹു കണക്കാക്കപ്പെടുന്നത് വേറെ ഒരു രാവിലാണ് എന്നൊരഭിപ്രായം ബഹുമാനപ്പെട്ട ഫറാ ഇമാം പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. എന്താ കാരണം? ലൈലത്തുൽ ഖദ്റിൽ, മഹാനവറുകളത് പറയാൻ കാരണം ലൈലത്തുൽ ഖദ്റിൽ നല്ലത് മാത്രം ഉണ്ടാവണം എന്ന ഒരു ചിന്തയാണ്. ലൈലത്തുൽ ഖദ്ർ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം പുലരുവോളം അത് രക്ഷയാണ്.
അത് സമാധാനമാണ്. അതുകൊണ്ടാണ് ഇമാം ഫറാ റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്ന് നിഖമുകളെയും ബലാഅുകളെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കണക്കാക്കൂല, അതിന് അല്ലാഹു വേറെ രാവുകളെയാണ് തിരഞ്ഞെടുക്കുക എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രാധാന്യം അതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസിൽ കാണാം, ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ സല്ല സലാത്തുൽ മഗ്രിബി വൽ ഇശാഇൽ ആഖിറത്തി മിൻ ലൈലത്തുൽ ഖദ്രി ഫി ജമാഅത്തിൻ. ഒരാൾ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ അന്നുള്ള മഗ്രിബും അതേപോലെ തന്നെ അന്നുള്ള ഇശാവും അതൊരാൾ ജമാഅത്തായി കൊണ്ട് നിർവഹിച്ചാൽ ഫഖദ് അഖദ ബിഹല്ലിഹി മിൻ ലൈലത്തുൽ ഖദ്രി, അവന് ലൈലത്തുൽ ഖദ്ർ ലഭിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഉദ്ധരിക്കുന്ന ഹദീസാണത്. അഥവാ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ മഗ്രിബ് ഇശാ എന്നീ നിസ്കാരങ്ങളെ ഒരാൾ ജമാഅത്തായി കൊണ്ട് നിർവഹിച്ചാൽ അയാൾക്ക് ലൈലത്തുൽ ഖദ്ർ സിദ്ധിച്ചു എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ഇവിടെ അള്ളാഹുവിൻ്റെ ഹബീബ് പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നാലേ ലഭിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മമാർ വീടുകളിൽ നിന്ന് പരമാവധി വിശുദ്ധമായ റമദാനിലാണെങ്കിലും അല്ലെങ്കിലും വിശിഷ്യ റമദാനിലും വിശുദ്ധമായ റമദാനിൻ്റെ ഇനിയുള്ള രാവുകളിൽ എന്തായാലും നിങ്ങളുടെ മഗ്രിബും ഇശാവും തറാവീഹുമെല്ലാം ജമാഅത്തായി കൊണ്ട് തന്നെ നിസ്കരിക്കണം. മക്കളോടൊന്നിച്ചിരുന്ന് നോമ്പ് തുറന്ന് പല റൂമുകളിൽ പോയി നമ്മൾ നിസ്കരിക്കുന്ന ഒരവസ്ഥയുണ്ടാവരുത്. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് റമദാനേതര മാസത്തിൽ ജമാഅത്തിനുള്ളത്. അത് റമദാനിലാകുമ്പോഴോ അതിൻ്റെ പ്രതിഫലം 10 മടങ്ങാണ്. അത് എത്രയോ എന്ന് നമുക്കറിയുകയുമില്ല. മാത്രമല്ല, ഒരാൾ മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും ജമാഅത്തായി കൊണ്ട് നിസ്കരിച്ചാൽ അയാൾക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിച്ചു എന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രാധാന്യം. നേരത്തെ നമ്മൾ പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ എന്നാൽ നിർണിത രാവ്, നിർണയിക്കപ്പെടുന്ന രാവ് എന്നാണ്. അതുകൊണ്ടാണ് അതിന് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞത്. ഇനി ഖദ്ർ എന്ന വാക്കിന് അറബിയിൽ വേറെയും അർത്ഥമുണ്ട്. ഖദ്ർ എന്ന് പറഞ്ഞാൽ മഹത്വം എന്ന്. നമ്മൾ സാധാരണ പറയും അയാൾ നല്ല ഖദ്റുള്ളയാളാണ്, നല്ല ഖദ്റുള്ളയാളാണ്. എന്താ ഇവിടെ ഖദ്ർ എന്ന് പറഞ്ഞാൽ? മഹത്വം, മഹാത്മ്യം, വലിയ സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം. നമുക്കറിയാം ലൈലത്തുൽ ഖദ്റിന് 1000 മാസത്തേക്കാൾ സ്ഥാനമുണ്ട്. ലൈലത്തുൽ ഖദ്റിന് 1000 മാസത്തേക്കാൾ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാവിന് സ്ഥാനം എന്നർത്ഥവുമുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, തഫ്സീറുൽ ഖദീറിൽ കാണാം, ഇന്നമാ സുമ്മിയത്ത് ബിദാലിക, ലൈലത്തുൽ ഖദ്റിന് ലൈലത്തുൽ ഖദ്ർ എന്ന് നാമകരണം ചെയ്യാനുള്ള കാരണം ലഇലമിഹ വഖദരിഹ വശറഫിഹ, ആ ലൈലത്തുൽ ഖദ്റിൻ്റെ മഹാത്മ്യം കൊണ്ടാണ്. അപ്പോൾ ഖദ്ർ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള രാവ് എന്നർത്ഥം. നമ്മൾ മിൻ ഖൗലിഹിം ലി ഫുലാനിൻ ഖദ്റുൻ, സാധാരണയിൽ അറബികൾ പറയാറുണ്ട് ലി ഫുലാനിൻ ഖദ്റുൻ, അയാൾക്ക് ഭയങ്കര മഹാത്മ്യമുണ്ട് എന്നതിന് അറബികൾക്കിടയിൽ ഒരു പ്രയോഗമുണ്ട്. അത് ലി ഫുലാനിൻ ഖദ്ർ എന്നതാണ്. ഐ ഷറഫുൻ വ മൻസില. ബഹുമാനപ്പെട്ട സുഹരി ഇമാമൊക്കെ ഇത് പ്രത്യേകമായി പറയുന്നതായും കാണാൻ കഴിയുന്നതാണ്. ഒരഭിപ്രായ പ്രകാരം ഖദ്ർ എന്ന് പേര് വെക്കാനുള്ള കാരണം ലിയന്നലി ത്വാഅത്തി ഫീഹ ഖദ്റൻ അലീമ, ഈ രാവിൽ ഇബാദത്തുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, ബഹുമതികളുണ്ട്. അതുകൊണ്ടാണ് ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പേര് വെക്കാനുള്ള കാരണം. ഇനി ലൈലത്തുൽ ഖദ്ർ എന്ന ഖദ്റിന് നിർണയരാവ് എന്ന് അർത്ഥം വെച്ചാലും അതേപോലെ തന്നെ മഹാത്മ്യമുള്ള രാവ് എന്നർത്ഥം വെച്ചാലും നേരത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ രാവിലാണ് എന്നതിന് ഇത് വൈരുദ്ധ്യമല്ല. കാരണം മഹാത്മ്യമുള്ള രാവിൽ തന്നെയാണല്ലോ അതെല്ലാം നിർണയിക്കപ്പെടേണ്ടത്.
ഇതൊക്കെ ഓരോ ഇമാമിങ്ങളുടെ അഭിപ്രായമാണ് എന്ന് മാത്രം. അതാണ് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദറിനെ നമുക്ക് തന്നത് എന്ന് നമുക്ക് നേരത്തെ മുതൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് നബിയെ ലൈലത്തുൽ ഖദർ എന്നാൽ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ എന്നാൽ അത് 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഈ ഒരൊറ്റ രാവിൽ അല്ലാഹു തആല നൽകുന്നു എന്നതാണ് ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം. എന്തിനാണത് അല്ലാഹു തആല നമുക്ക് നൽകിയത്? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അന്നഹു സമിഅ മൻ യസിഖു ബിഹി മിൻ അഹ്ലിൽ ഇൽം. മഹാനവറുകൾ പറയാം, ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ നിന്ന് മഹാനവറുകൾ കേട്ടിട്ടുണ്ട്, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉരിയ അമ്മാറന്നാസി ഖബ്ലഹു, നബിതങ്ങൾക്ക് മുൻഗാമികളായ ആളുകളുടെ ആയുസ് നബിതങ്ങൾക്ക് കാണിക്കപ്പെട്ടു, പ്രദർശിപ്പിക്കപ്പെട്ടു. ഫകാന്നഹു തഖാസറ അഅ്മാറ ഉമ്മത്തിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അവിടുത്തെ സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ ആയുസായ 60ഉം 70ൻ്റെയും ഇടയിൽ, ഇതാണല്ലോ നമ്മുടെ ആയുസ്, ഈ ആയുസ് വളരെ കുറവായി തോന്നി. മുൻകാല സമൂഹം 1000 വർഷം, 500 വർഷം, 300 വർഷം ഇങ്ങനെ തുടങ്ങിയ ആയുസിൻ്റെ കണക്കുകൾ ഒരുപാട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അഅ്മാർ ഉമ്മത്തി ബൈന 60 വ 70, എൻ്റെ സമുദായത്തിൻ്റെ അഅ്മാർ അത് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. അപ്പോൾ എൻ്റെ ഉമ്മത്തിൻ്റെ അഅ്മാർ ആയുസ് ഇത് വളരെ കുറഞ്ഞതായി റസൂലുള്ളാഹി തങ്ങൾക്ക് തോന്നി. എന്ന് വെച്ചാൽ അല്ലാ യബ്ലുഗു മിനൽ അമലി മിസ്ലല്ലദി ബലഗ ഗൈറഹും ഫീ തൂലിൽ ഉംരി. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരാദിയായി നിന്നു. അങ്ങനെയായിരിക്കുമ്പോഴാണ് ഫഅതാഹുല്ലാഹു ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ള ലൈലത്തുൽ ഖദ്ർ അല്ലാഹു തആല ഈ സമുദായത്തിന് നൽകിയത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മദ്ഹബിൻ്റെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു പറ്റം പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഖുർത്തുബിയിൽ ഒരു സംഭവം കാണാം, ഇന്നൽ ആബിദ കാന ഫീമാ മല്ലാ ലാ യുസമ്മ ആബിദൻ. കഴിഞ്ഞ കാലത്തുള്ള ഒരു ആബിദ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നൊരു മനുഷ്യൻ, ഇന്ന് നമ്മൾ സദാസമയവും ഇബാദത്ത് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ആബിദ് എന്ന് വിശേഷിപ്പിക്കും. അത്രത്തോളം ആയുസ് മുഴുവനും ഇബാദത്ത് ചെയ്യുന്ന ആളല്ല, എങ്കിലോ ഒരു പരിമിതമായ ഇബാദത്ത് ചെയ്യുന്ന ഒരു ആബിദ്, ഹത്താ യഅ്ബുദല്ലാഹു അൽഫ ഷഹരിൻ, 1000 മാസം അള്ളാഹുവിന് അയാൾ ഇബാദത്ത് ചെയ്തു. എന്ന് വെച്ചാൽ 83 സന വ4 അശ്ഹുർ, 1000 മാസം എന്ന് പറഞ്ഞാൽ 80 വർഷവും 4 മാസവും. അയാളിങ്ങനെ സദാസമയം ഇബാദത്തിലാവണമെന്നില്ല, അയാൾ നോർമലായ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നു. 1000 മാസം 80 വർഷവും 4 മാസവും. ഫജഅലല്ലാഹു തആല ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്ത് ലൈലത്തിഹി ഖൈറൻ മിൻ അൽഫി ശഹർ കാനൂ യഅ്ബുദൂനഹ. അന്ന് അവർ 1000 മാസം ചെയ്തിരുന്ന ഇബാദത്ത്, ആ ഇബാദത്തിൻ്റെ മഹാത്മ്യം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഈ ഒരൊറ്റ രാവിൽ തന്നെ നൽകി. അതാണ് ലൈലത്തുൽ ഖദർ. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മനോവേദന. കഴിഞ്ഞകാല ഉമ്മത്ത് സമുദായങ്ങളൊക്കെ 1000 വർഷവും 1000 മാസവും അതേപോലെ തന്നെ വർഷങ്ങളുമൊക്കെ ജീവിച്ചപ്പോൾ എൻ്റെ ഉമ്മത്തിന് എന്ത് എന്ന ഒരു പരിഭവം റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടായിരുന്നു. ഇതാണ് കാരണം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് ഫഅഖ്ബറഹു അൻ റജുലിൻ മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ ഒരാളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു.
യുസമ്മ ഷംഊനുൽ ഖാസി, അയാളുടെ പേര് ഷംഊനുൽ ഖാസി എന്നാണ്. ചരിത്രം നമ്മൾ നേരത്തെ കേട്ടതാണ്. ഷംഊനുൽ ഖാസിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. ആരാണ് ഷംഊനുൽ ഖാസി? ജാഹദ ഫീ സബീലില്ലാഹി അൽഫ ഷഹരിൻ വഖാത്തലൽ അദുവ്വ ഖിത്താലൻ ഷദീദ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 1000 മാസം യുദ്ധം ചെയ്ത യോദ്ധാവാണ്. ഒരുപാട് ശത്രുപക്ഷത്തിലുള്ള ആളുകളെ പരാജയപ്പെടുത്തിയ യോദ്ധാവാണ് ഷംഊനുൽ ഖാസി. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഫബക്ക സ്വഹാബത്തു റളിയല്ലാഹു അൻഹും ഇൻദമാ സമിഉൽ ഖിസ്സത. ഈ ചരിത്രം കേട്ടപ്പോൾ മഹാന്മാരായ സ്വഹാബികൾ കരയാൻ തുടങ്ങി. ഈ ചരിത്രം കേട്ടപ്പോൾ എന്താ കരയാനുള്ള കാരണം? മസഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നജ്രി ഹാദർ റജുൽ, ഇയാൾ ചെയ്തതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്തുൽ കിറാം ചോദിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അലം. 1000 വർഷം 1000 മാസം അവൻ്റെ മാർഗത്തിലായി യുദ്ധം ചെയ്ത ഷംഊനുൽ ഖാസിയുടെ പ്രതിഫലം എത്രയാണെന്നറിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ കണക്കാക്കപ്പെടുക കഴിയുകയുള്ളൂ. ഫനസല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബിസൂറത്തുൽ ഖദർ. അപ്പോഴാണ് സൂറത്തുൽ ഖദർ അവതീർണമായത്. സൂറത്തുൽ ഖദറുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. വഅഖ്ബറ അല്ലാഹു അൻ ലൈലത്തുൽ ഖദർ, എന്നിട്ട് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അന്നഹാ ഖൈറും മിൻ അൽഫി ഷഹർ. അന്നഹാ ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പ്രാധാന്യം ആ ഒരൊറ്റ രാവിനുണ്ട്. അതേപോലെ ഖൈറും മിൻ ജിഹാദി ഷംഊനുൽ ഖാസി. 1000 മാസം യുദ്ധം ചെയ്ത ഷംഊനുൽ ഖാസിയേക്കാൾ പ്രാധാന്യം, ബഹുമതി ആ രാവിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നവർക്ക് ഉണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞകാല ഉമ്മത്തിനേക്കാൾ കൂടുതൽ മഹാത്മ്യം നമുക്ക് ലഭിച്ചു എന്നർത്ഥം. അവരൊക്കെ 1000 മാസങ്ങളെ കൊണ്ട് നേടിയെടുത്ത പ്രതിഫലം നമുക്ക് ഈ ഒരൊറ്റ രാവ് കൊണ്ട് തന്നെ നേടിയെടുക്കാൻ കഴിയും എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് വേണ്ട രീതിയിൽ ഈ വിശുദ്ധമായ രാവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. വിശുദ്ധമായ രാവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരത്തെ എന്നാണ് ഈ രാവെന്നതിൻ്റെ ഡേറ്റും ദിവസവുമൊക്കെ അറിയിച്ചു കൊടുത്തിരുന്നു. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് മറപ്പിച്ച് കളഞ്ഞത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ആ രാവ് ഏതാണെന്നറിഞ്ഞാൽ ആ രാവിൽ തന്നെ സ്വഹാബത്തുൽ കിറാമും മറ്റു മുഅ്മിനീങ്ങളും സമയം കണ്ടെത്തും. ബാക്കി രാവുകളൊന്നും അതുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ സജീവമാവില്ല. അതേസമയത്ത് ഏതാണെന്ന് അറിഞ്ഞില്ല എങ്കിൽ എല്ലാ രാവുകളും പ്രയോജനപ്പെടുത്തും. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, അനനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മസലുക്കും വ മസലു അഹ്ലിൽ കിതാബൈൻ, നിങ്ങളുടെയും അഥവാ എൻ്റെ സമുദായമായ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെയും കഴിഞ്ഞ 2 അഹ്ലുൽ കിതാബിൻ്റെയും ഉപമ അഥവാ നസാറാക്കളും യഹൂദന്മാരും, ഇവർ 2 പേരുടെയും ഉപമ ഉദാഹരണം നബി തങ്ങൾ പറയാം. കമസലി റജുലിൻ ഇസ്തഅ്ജറ ഉജറാ, ഒരാളെപ്പോലെയാണ്. അയാൾ ഇസ്തഅ്ജറ ഉജറാ, അയാൾ ഒരുപാട് ജോലിക്കാരെ അയാൾ ജോലിക്ക് വിളിച്ചു. എന്നിട്ട് ഫഖാല മൻ യഅ്മലു, അദ്ദേഹം ജോലിക്കാരോട് പറഞ്ഞു, മൻ യഅ്മലു ലി മിൻ ഗുദുവത്തിൻ ഇലാ നിസ്ഫിൻ നഹാരി അലാ ഖീറാത്തിൻ, ഒരു ഖീറാത്ത്, അത് ഒരു കണക്കാണ്. ഒരു ഖീറാത്ത് നൽകിയാൽ ആരാണ് എനിക്ക് രാവിലെ മുതൽ ഉച്ചവരെ അഥവാ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം വരെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, ജോലി ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാനല്ല
ജോലിക്കാരൻ പറ, എനിക്ക് ജോലി ചെയ്യാൻ തയ്യാറുള്ളവർ ആരാ? ഫാമിലത്തിൽ യഹൂദു, അപ്പോൾ ജൂതന്മാരായ ആളുകൾ ഒരു ദിവസത്തെ ഹാഫ് ഡേക്ക് ഒരു ഖീറാത്ത് പ്രതിഫലത്തിന് ജോലി ചെയ്തു. സുമ്മക്കാല, പിന്നെ ആ ജോലിക്കാരൻ ചോദിച്ചു, മൻ യഅ്മലുലി മിൻ നസ്ഫിൻ നഹാരി ഇലാ സ്വലാത്തുൽ അസ്രി ഇലാ ഖീറാത്തിൻ, ഉച്ച മുതൽ അസുർ വരെ, വൈകുന്നേരം വരെ ഒരു ഖീറാത്ത് പ്രതിഫലത്തിന് ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളാരാ? ഫാമിലത്തിൻ നസ്വാറ, അപ്പോൾ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം നസ്വാറാക്കളും ജോലി ചെയ്തു. അദ്ദേഹം ചോദിക്കുന്നത്, ഒരു ഖീറാത്ത് തന്നാൽ രാവിലെ മുതൽ ഉച്ചവരെ ജോലി ചെയ്യാൻ തയ്യാറുള്ളവരാരാ? ജൂതന്മാരത് ഏറ്റെടുത്തു. ഒരു ഉദാഹരണം പറയാം. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ഉച്ച മുതൽ വൈകുന്നേരം വരെ ഒരു ഖീറാത്തിന് ജോലി ചെയ്യാൻ തയ്യാറുള്ളവരാരാ? നസാറാക്കളും ആ ജോലി ഏറ്റെടുത്തു. സുമ്മക്കാല, പിന്നീട് ആ ജോലിക്കാരൻ ചോദിച്ചു, മൻ യഅ്മലുലി മിനൽ അസ്രി ഇലാ അൻ തഗീബ ശംസു അലാ ഖീറാത്തൈൻ, അസ്ർ മുതൽ സൂര്യാസ്തമയം വരെ വളരെ കുറഞ്ഞ ടൈം, ആ ടൈമിന് 2 ഖീറാത്ത് പ്രതിഫലം നൽകിയാൽ ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ളവരാരാ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅൻതും ഹും, അപ്പോൾ അത് നിങ്ങളാണ് എൻ്റെ ഉമ്മത്തെ. ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞകാല ഇഞ്ചീലിൻ്റെയും തൗറാത്തിൻ്റെയും ആളുകൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ഒരുപാട് ജോലി എടുക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് രാവിലെ മുതൽ ഉച്ചവരെ ഒരു ഖീറാത്തിന് ജോലിയെടുക്കുന്നു. ഉച്ച മുതൽ അസ്ർ വരെ അയാൾ ഒരു ഖീറാത്തിന് ജോലിക്കാരെ വിളിക്കുന്നു. എന്നാലോ അസ്ർ മുതൽ സൂര്യാസ്തമയം വരെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 2 ഖീറാത്തും കൊടുക്കുന്നു. ഇതുപോലെയാണ് നിങ്ങളും അവരും. അവരൊരുപാട് അമലുകൾ ചെയ്തു, പക്ഷേ കിട്ടുന്ന പ്രതിഫലം കുറവ്. നിങ്ങളോ ചെയ്യേണ്ട അമൽ വളരെ കുറവ്, എന്നാലോ കിട്ടുന്ന പ്രതിഫലം വളരെ കൂടുതൽ. ഇതാണ് നിങ്ങളുടെയും അവരുടെയും ഉപമ. എന്നിട്ട് പറഞ്ഞു, ഫഅൻതും ഹും ഫഗളിബത്തുൽ യഹൂദു വൻ നസാറ. ഇത് കേട്ടപ്പോൾ ജൂതർക്കും അതേപോലെ തന്നെ നസാറാക്കൾക്കും ദേഷ്യം പിടിച്ചുപോയി. ഫഖാലു, അവർ പറഞ്ഞു, മാലന അക്സർ അമല വാക്കല്ലാത്ത, എന്തുകൊണ്ടാണ് ജോലിഭാരം കൂടുതലും പ്രതിഫലം കുറവും ഞങ്ങൾക്ക് അങ്ങനെ വരാനുള്ള കാരണം? ഖാല ഹൽ നഖസ്തുക്കും മിൻ ഹഖിക്കും, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് കിട്ടേണ്ട വേതനത്തിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? കിട്ടേണ്ട വേതനം അത് അര ദിവസത്തിന് ഹാഫ് ഡേക്ക് ഒരു ഖീറാത്താണ്, അതിനെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞില്ല, ഇല്ല. ഖാല ഫദാലിക ഫദ്ലി ഊതിഹി മൻ നശാ, ഇത് ഏത് കുറഞ്ഞ സമയത്തിന് 2 ഖീറാത്ത് നൽകി പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളത് അതിൻ്റെ ഔദാര്യമാണ്. അത് ഞാൻ ഉദ്ദേശിച്ചവർക്കാണ് നൽകുക. ഇതാണ് നമ്മുടെയും അവരുടെയും ഉപമ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തുള്ള വലിയ കൂലിയെ വാരിക്കൂട്ടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.